പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. പാലക്കാട് ബൈ ഇലക്ഷനിൽ അവസാന ഒരു വിശകലനം നടത്തുമ്പോൾ ബി ജെ പിക്ക് വിജയിക്കുവാൻ സാധ്യതയുള്ള ഘടകങ്ങളിലൊന്ന് അവരുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കിട്ടുന്ന ഒരു സഹതാപ തരംഗം ആയിരിക്കാമെന്ന രീതിയിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. കാരണം അദ്ദേഹം സ്ഥിരമായ ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരാളാണ്. നമ്മുടെ രാജഗോപാൽ പണ്ട് തിരുവനന്തപുരത്തും പാലക്കാടും ഒക്കെ മത്സരിച്ചതുപോലെ അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ മുതൽ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ സ്ഥിരമായി മത്സരിക്കുന്ന ഒരാളാണ്. പക്ഷേ രാജഗോപാൽ ഒരിക്കലും കോർപ്പറേഷൻ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് എനിക്കറിയില്ല, എങ്കിലും അദ്ദേഹത്തെ പറ്റി പൊതുവെ പറയാറുണ്ട് അദ്ദേഹം എല്ലാ ഇലക്ഷനുകളിലും സ്ഥിരം മത്സരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹം അവസാനം നിയമത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ സഹതാപത്തിൻ്റെയൊക്കെ ബലത്തിൽ അദ്ദേഹം വിജയിച്ചു കയറി. അതുപോലെ കൃഷ്ണകുമാറിനും ഇവിടെ ഒരു സഹതാപ തരംഗം വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളതായിട്ടൊക്കെ ചില സൂചനകളുണ്ട്. കാരണം അദ്ദേഹം സ്ഥിരമായി മത്സരിക്കുന്ന ഒരു മുഖമാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മലമ്പുഴ മത്സരിച്ചു, ലോക്സഭാ ഇലക്ഷനിൽ പാലക്കാട് മത്സരിച്ചു, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലോട്ട് മത്സരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ അദ്ദേഹം സ്ഥിരമായി മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ആ നാട്ടിലെ നാട്ടുകാർ അദ്ദേഹത്തിനൊരു പരിഗണന കൊടുത്താൽ ഒരുപക്ഷെ അദ്ദേഹം വിജയിച്ചേക്കാം എന്ന സാഹചര്യം നിലവിലുണ്ട്. കാരണം സ്ഥിരമായി മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരാളോട് ഒരു സഹതാപം തോന്നിയാൽ അദ്ദേഹം പാലക്കാട് വേരുകളുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള ആളാണ്, ചിലപ്പോൾ അദ്ദേഹം വിജയിച്ചേക്കാം എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പുറത്തു വരുന്നുള്ളൂ. എങ്കിലും പൊതുവെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു വിധിയെഴുത്തായിരിക്കും ഉണ്ടാകുക എന്ന ഒരു ഘടകം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഷാഫി എന്ന് പറയുന്ന മുൻ എംഎൽഎക്ക് ആ മണ്ഡലത്തിലുള്ള അടിയുറച്ച അല്ലെങ്കിൽ വളരെ അടിത്തറയുള്ള ഒരു സ്വാധീനം തന്നെയാണ്. അദ്ദേഹത്തിന് ഓരോ വീട്ടുകളിലും സ്വാധീന ശക്തിയുണ്ട്. അദ്ദേഹം ഓരോ ആളുകളുമായിട്ട് ഇടപഴകുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയുമായിട്ടൊക്കെ വളരെ ദൃഢമായ ബന്ധമുള്ള ആളാണ്. അവിടുത്തെ രഥോത്സവങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പലിൻ്റെ ആ മണ്ഡലത്തിലെ ഒരു അടിത്തറ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കൃഷ്ണകുമാറിന് RSSനെ പോലെ ഒരു സംഘടിതമായ ശക്തിയുടെ പിൻബലവും അവിടെ വളരെ വലിയ വർക്ക് RSS നടത്തിയിട്ടുണ്ടെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. RSS പ്രത്യേകിച്ചും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വളരെ സ്ട്രോങ് ഹോൾഡാണ്. അപ്പോൾ അവരുടെ വോട്ട് ബാങ്കും അവരുടെ വോട്ട് വിഹിതവും ഒക്കെ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിനൊരു സഹതാപ തരംഗം കൂടി മത്സരിച്ച് സ്ഥിരമായി തോൽക്കുന്ന ഒരാൾ എന്ന രീതിയിലുള്ള സഹതാപ തരംഗം കൂടി വർക്ക് ചെയ്താൽ ഒരുപക്ഷെ അവിടെ കൃഷ്ണകുമാർ വിജയിച്ചേക്കാം. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കൂടുതൽ ചാൻസ് എന്ന് പറയാം. സരിൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ ഇന്നത്തെ മീഡിയമായിട്ടുള്ള അഭിമുഖത്തിലൊക്കെ ഒരു കോൺഫിഡൻറ്റ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വളരെ സാധ്യത വിരളമാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന്. അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ തന്നെ അത് തന്നെ റോങ് ആണ് എന്ന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും സംസാരവുമൊക്കെ. അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകളൊന്നും ശരിയാകാൻ സാധ്യതയില്ല. വളരെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം അനധിവിദൂരമായ ഒരു 3-ാം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അദ്ദേഹത്തിന് ശ്രീധരൻ എന്ന മെട്രോമാന് കിട്ടിയതുപോലെ ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാന് കിട്ടിയതുപോലെ മണ്ഡലത്തിൽ ഒരു വിദ്യാസമ്പന്നനും അല്ലെങ്കിൽ മണ്ഡലത്തിൽ പുരോഗതി ഉണ്ടാക്കുന്നതിന് കാരണക്കാരനാകാമെന്ന രീതിയിലുള്ള ഒരു അനുകൂല ഘടകം അദ്ദേഹത്തിന് വർക്ക് ചെയ്യില്ല. കാരണം ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാനാണ്. അദ്ദേഹം കൊച്ചി മെട്രോ ഉൾപ്പെടെ ഡൽഹി മെട്രോ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേരുകൾ ഉയർന്നതാണ്. രാജ്യത്തെല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണ്. പക്ഷേ സരിൻ അദ്ദേഹം IAS കാരനായിരുന്നുവെങ്കിലും ഡോക്ടറാണെങ്കിലും അദ്ദേഹത്തിന് പാർട്ടി പഴയ കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് സൈബർ വിങ്ങുകാരുടെ ഇടയിൽ മാത്രമാണ് അദ്ദേഹം പ്രശസ്തനായിരുന്നത്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലുമല്ലായിരുന്നു. അപ്പോൾ ശ്രീധരന് കിട്ടുന്ന ഒരു പരിഗണന ഒരിക്കലും സരിന് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ CPM ഇതൊരു അക്സെപ്റ്റായിട്ട് സരിനെ ഉപയോഗിക്കാനാണ് സാധ്യത. ഈ ഇലക്ഷനിൽ സരിൻ പരാജയപ്പെടുമെന്ന് അവർക്കറിയാം. പക്ഷേ 1.5 വർഷം കഴിഞ്ഞ് വരുന്ന അടുത്ത ഇലക്ഷനിൽ സരിനെ പ്രയോജനപ്പെടുത്തുക എന്നതായിരിക്കാം CPMൻ്റെ ഉദ്ദേശം. കാരണം ഈ ഇലക്ഷനിൽ സരിന് ആത്മവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും CPMന് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്ന് തോന്നുന്നില്ല. സരിനെ അടുത്ത നിയമസഭാ ഇലക്ഷന് വേണ്ടി പ്രിപ്പയർ ആക്കുക, മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിപ്പിക്കുക, പാർട്ടി ഘടകങ്ങളെ അതിനുവേണ്ടി സജ്ജമാക്കുക എന്ന ഒരു നയമായിരിക്കും CPM സ്വീകരിക്കുക എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും. അടുത്ത ഒരു നിയമസഭാ ഇലക്ഷന് പാലക്കാട് മത്സരിച്ചാൽ സരിന് ചിലപ്പോൾ നല്ല മത്സരം കൊടുക്കുവാൻ കഴിഞ്ഞേക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചു വരികയാണെങ്കിൽ അതിനുള്ള ചാൻസും വളരെ വിരളമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവുകൾ അത് പഠിച്ചു നടപ്പിലാക്കുവാൻ കഴിയുന്ന ഒരു ഗോഡ് ഫാദർ എന്ന രീതിയിൽ ഷാഫി പറമ്പിൽ അവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം ഷാഫി പറമ്പിലിൻ്റെ പ്രവർത്തന പരിചയം
രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിയും. അദ്ദേഹം കുറച്ചുകൂടി ആക്റ്റീവായി. ഇപ്പോൾ തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലേക്ക് വളരെ ആക്റ്റീവാണ്. അവരെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അതുപോലെ മണ്ഡലത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്നാൽ അവിടെ സരിൻ അടുത്ത ഇലക്ഷനിൽ എത്രത്തോളം വർക്ക് ചെയ്ത് അവിടെ മുന്നോട്ട് വന്നാലും അവിടെ സാധ്യതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ മണ്ഡലത്തിൽ തെരഞ്ഞു നിൽക്കും. അത് മിക്ക കോൺഗ്രസ് MLA-മാരുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഉണ്ടായാൽ സരിൻ വീണ്ടും ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട്ടോട്ട് വന്നതുപോലെ വേറെ ഏതെങ്കിലും മണ്ഡലം തിരക്കി പോകേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായ വിലയിരുത്തൽ. എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി ഇലക്ഷൻ്റെ റിസൾട്ടിന്. നമുക്ക് കാത്തിരിക്കാം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നൊരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.